മുൻപ് ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ സമയത്ത് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് ഇവർക്ക് കൊടുത്ത വാക്കുണ്ട്. പരസ്യമായി ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ പറഞ്ഞ വാക്കുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മണിക്കൂറുകൾ കൊണ്ട് ഇത് പരിഹരിക്കും എന്നും ഇവർക്ക് കൊടുത്ത വാക്ക് പാലിച്ചാൽ മതി. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ കുട്ടികളുടെ കണ്ണീര് കാണുന്നില്ല, ഈ അധ്യാപികമാരുടെ കണ്ണീര് കാണുന്നില്ല? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി നേരെ മൂക്കിന് മുമ്പിൽ ഈ തെരുവിൽ സമരം ചെയ്യുന്ന ഇവരെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. LP സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറച്ച് ദിവസമായി രാപ്പകൽ സമരവും ഇപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരവും നടക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളുടെ പിന്തുണയുണ്ട്. DYFI നേതാക്കൾ പിന്തുണ അർപ്പിച്ച് പല തവണയായി എത്തിയിരുന്നു. ഇത് സർക്കാർ ചർച്ചയ്ക്ക് പോലും ഒഫീഷ്യലി ഇവരെ വിളിക്കുന്നില്ല. ഇവരങ്ങോട്ട് പോകുമ്പോൾ കാണുന്നു, സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. DYFIക്കകത്ത് ഇതിനകത്ത് DYFIയുടെ സ്റ്റാൻഡ് എന്താണ്? ഞങ്ങൾ അതിശക്തമായ സമരത്തിലേക്ക് കടന്നു വരും. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇവരുടെ ആരോഗ്യ നിലയാണ്. 11 ദിവസമായി വളർമതി എന്ന് പറയുന്ന ടീച്ചർ നിരാഹാരത്തിലാണ്. 11ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴേക്കും ആരോഗ്യനില കൂടുതൽ ആശങ്കാജനകമായി മാറുകയാണ്. പക്ഷേ ദൗർഭാഗ്യകരമായൊരു കാര്യം, ഗവൺമെൻറ് ഈ സമരത്തോട് ഇവരുടെ ആരോഗ്യത്തെ വെച്ച് പന്താടുകയാണ്, ഇവരുടെ ജീവൻ വെച്ച് പന്താടുകയാണ്. ഇവരുടെ ജീവൻ വെച്ച് പന്താടുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം. ഇവരെ വിളിച്ച് ചർച്ചയ്ക്ക് തയ്യാറാകണം. അവർ അടിയന്തരമായി ആവശ്യപ്പെടുന്നത് ഞങ്ങളെ കേൾക്കണം, ഞങ്ങളുമായി ജനാധിപത്യപരമായ ഒരു ഡിസ്കഷന് തയ്യാറാകണം. അതിന് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. VK സനോജ് തന്നെ രേഖാമൂലം DYFI എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു, എന്നിട്ട് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടു. ഇന്നിപ്പോൾ MP എന്ന നിലയിൽ ഈ സന്ദർശനത്തിന് ശേഷം ഞാനിപ്പോൾ അദ്ദേഹത്തിന് കത്ത് കൊടുക്കുന്നുണ്ട്. അടിയന്തരമായി വേണ്ടത് ഇവരെ വിളിച്ചു ചർച്ച ചെയ്യണം, ഇവരുടെ ആരോഗ്യം രക്ഷിക്കണം. ഇല്ലെങ്കിൽ വരുന്ന അപകടം മറ്റൊരു അപകടത്തിലേക്ക് പോയാൽ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നമാണ്. അപ്പോൾ അതിൽ സർക്കാർ കാണിക്കുന്ന ഈ നിസ്സംഗത ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നമ്പർ 1. നമ്പർ 2, ഈ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. അത് ചർച്ച ചെയ്യുമ്പോൾ അവരുമായിട്ട് എങ്ങനെയാണത് പരിഹരിക്കാൻ പറ്റുക എന്നുള്ളൊരു നിഗമനത്തിലേക്ക് സർക്കാർ എത്തണം. ഒരൊറ്റ കാര്യമേ ഉള്ളൂ. മുൻപ് ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ സമയത്ത് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് ഇവർക്ക് കൊടുത്ത വാക്കുണ്ട്. പരസ്യമായി ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ പറഞ്ഞ വാക്കുണ്ട്. അന്ന് ശ്രീ KC വേണുഗോപാൽ ഇവിടെ അന്ന് ഒരു സമരം കിടക്കായിരുന്നു. അന്ന് സമരത്തിലേക്ക് വീഡിയോ കോളിൽ വന്നിട്ട് കൊടുത്ത ഉറപ്പുണ്ട്. അന്ന് UDFൻ്റെ വിവിധ നേതാക്കൾ ഇവിടെ വന്ന് അവർക്ക് കൊടുത്ത ഉറപ്പുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് ഇവർക്ക് ഉറപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, ഇത് പരിഹരിക്കാവുന്ന വിഷയമാണെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മണിക്കൂറുകൾ കൊണ്ട് ഇത് പരിഹരിക്കും എന്നും ഇവർക്ക് കൊടുത്ത വാക്ക് പാലിച്ചാൽ മതി. അത് പാലിക്കുക മാത്രം ചെയ്താൽ മതി മുഖ്യമന്ത്രി. സമരത്തിന്റെ മുൻനിരയിലേക്ക് ഇല്ലെങ്കിൽ ഈ ജനാധിപത്യ വിരുദ്ധമായ സമീപനം തുടർന്നാൽ ഇവരുടെ ജീവൻ വെച്ച് കളിക്കാനാണ് സർക്കാരിൻ്റെ ഇനിയുമുള്ള പദ്ധതിയെങ്കിൽ അതിശക്തമായ സമരത്തിലേക്ക് DYFI വരും. DYFI ഇപ്പോൾ ഐക്യദാർഢ്യപ്പെട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ശക്തമായ പ്രക്ഷോഭം തന്നെയായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ വന്ന് സന്ദർശിച്ചു പോവുകയാണ്, ആ രീതി മാറ്റേണ്ടി വരും. തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞല്ലോ, അതായത് മുഖ്യമന്ത്രി ഇവർക്ക് കൊടുത്ത ഉറപ്പുണ്ട്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ 24 മണിക്കൂറും 24 ദിവസവും പിന്നെയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ കുട്ടികളുടെ കണ്ണീര് കാണുന്നില്ല, ഈ അധ്യാപികമാരുടെ കണ്ണീര് കാണുന്നില്ല? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ വാക്കിനെക്കുറിച്ചൊക്കെ വലിയ നിലയിൽ പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് അദ്ദേഹം കൊടുത്ത വാക്ക് പാലിക്കുന്നില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന സമരം ചെയ്യുന്ന ആളുകൾ ചോദിക്കുകയാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ചർച്ചയ്ക്ക് വിളിച്ച് ഇവരെ കേൾക്കാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മുഖ്യമന്ത്രി തയ്യാറാവണം. VK സനോജ് കത്ത് കൊടുത്തപ്പോൾ എന്താണ് മുഖ്യമന്ത്രിയുടെ റിയാക്ഷൻ? അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് കത്ത് കൊടുത്തത്. മുഖ്യമന്ത്രിയെ അന്ന് നേരിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, 10 ദിവസമായി ഇവിടെ നിരാഹാരം കിടക്കുകയാണ്, ജീവൻ വെച്ചുള്ള കളിയാണ്, അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായും ഇടപെടണം. അപ്പോൾ ഇടപെടാം, മുഖ്യമന്ത്രിയുമായി ഓഫീസ് സംസാരിക്കാം, വിളിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ സമയമായിട്ടും അതിനെക്കുറിച്ച് യാതൊരു മറുപടിയും ഞങ്ങൾ കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പലതിനും സമയമുണ്ട്. അപ്പം ഞങ്ങൾ പറയുന്നത്, മുഖ്യമന്ത്രി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട്, മുഖ്യമന്ത്രി വിരുന്ന് സൽക്കാരത്തിന് പോകുന്നുണ്ട്, മറ്റ് പല കാര്യങ്ങൾക്കും മുഖ്യമന്ത്രി പോകുന്നുണ്ട്. മുഖ്യമന്ത്രി നേരെ മൂക്കിന് മുമ്പിൽ ഈ തെരുവിൽ സമരം ചെയ്യുന്ന ഇവരെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. ഈ സമര ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു എന്നായിരുന്നല്ലോ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ PR വർക്ക്. അപ്പോൾ PR വർക്ക് മാത്രം മതിയോ? അതാണ് ഞങ്ങൾ മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഇപ്പോൾ ഈ സമര ഗേറ്റ് മുമ്പിൽ തന്നെയാണ് ഇവർ കിടക്കുന്നത്. അപ്പോൾ സമര ഗേറ്റെല്ലാം തുറന്ന് ജനാധിപത്യത്തിൻ്റെ പുതിയ വായു ശ്വസിക്കാൻ ഞാൻ അനുവദിച്ചിരിക്കുന്നു, എൻ്റെ ഭരണത്തിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ സമരം കാണാതെ പോവുകയാണ്. കാണാതെ പോകുന്ന മുഖ്യമന്ത്രി കണ്ണു തുറപ്പിക്കാൻ DYFI അതിശക്തമായി ഈ തെരുവിലേക്ക് കടന്നു വരും.
അതാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ വിവിധ സംഘടനാ നേതാക്കൾ എത്തുന്നത് പോലെ മിക്ക ദിവസവും എത്തി സമരത്തിന് പിന്തുണ നൽകുന്നുണ്ട്. പക്ഷേ ആ പിന്തുണയുടെ രീതി മാറും, സമരത്തിൻ്റെ മുൻനിരയിലേക്ക് കടന്നു വരും ജനാധിപത്യ വിരുദ്ധമായ സമീപനം സർക്കാർ എടുത്താൽ എന്നാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീമും സംസ്ഥാന സെക്രട്ടറി VK സനോജും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.